നിയമസഭയിൽ പിണറായി സ്തുതി ആലപിച്ച പി.സി. വിശ്വനാഥ് പരിഹാസവും. വാഴ്ത്തുപാട്ടുപാടി മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് പി.സി. വിശ്വനാഥ്. പിണറായി സ്തുതിഗാനം സഭയിൽ ആലപിച്ചാണ് കോൺഗ്രസ് നേതാവ് പി.സി. വിശ്വനാഥ് മുഖ്യമന്ത്രിയെ പരിഹസിച്ചത്. ആനുകൂല്യങ്ങൾ കിട്ടാതെയാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ പാട്ടുപാടിയതെന്നും സ്റ്റേജിന് പിന്നിൽ കൂട്ടക്കരച്ചിലായിരുന്നുവെന്നും പി.സി. വിശ്വനാഥ് പറഞ്ഞു. സഭയിൽ ഗാനം ആലപിച്ച ശേഷം വയലാർ എഴുതുമോ ഇങ്ങനെയൊരു പാട്ട് എന്ന പരിഹാസ പ്രയോഗവും വിശ്വനാഥ് നടത്തി. 1000 രൂപ പോലും ശമ്പളമില്ലാത്ത പാവപ്പെട്ട ജീവനക്കാരാണ് സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. പാട്ടുപാടി കഴിഞ്ഞ് വേദിക്ക് പിറകിൽ പോയി കരയുകയായിരുന്നു ജീവനക്കാരെന്നും വിശ്വനാഥ് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ച് പാട്ട് അവതരിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പുകഴ്ത്തുപാട്ട് പാടിയത്. പിണറായി വിജയൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന ഗാനം ജീവനക്കാർ ആലപിച്ചത്. ധനകാര്യ വകുപ്പിലെ പൂവത്തൂർ ചിത്രസേനൻ രചിച്ച പാട്ടിന് നിയമവകുപ്പിലെ സെക്ഷൻ ഓഫീസർ കെ.എസ്. വിമലാണ് സംഗീതം നൽകിയത്. സമരധീര സാരഥിയെന്നും കാവലാളെന്നും പീനിസ് പക്ഷിയെന്നും പടനായകനുമെന്നുമെല്ലാം പാട്ടിൽ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. മുമ്പ് തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വിവാദമായിരുന്നു. കാരണഭൂതൻ തിരുവാതിരയ്ക്ക് സമാനമാണ് പുതിയ പാട്ടെന്നും വിമർശനം ഉയർന്നിരുന്നു.